എന്താണ് BSc അഗ്രികൾച്ചർ. പിന്നെ ഗൈസ് നമ്മൾ പൊതുവേ ഞാൻ കേട്ട് വരുന്നൊരു കാര്യമാണ് അഗ്രികൾച്ചർ അല്ലേ കോഴ്സ്, പിന്നെ എന്താ പഠിക്കാനല്ലേ, പഠിച്ചിറങ്ങിയാണ് ജോലി ഉറപ്പ്. അങ്ങനെ ഒരു കാര്യം ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പോഴും BSc അഗ്രികൾച്ചറിനെ പറ്റി അറിയാത്തവരുണ്ട്, അല്ലെങ്കിൽ അതെന്താ ആ കോഴ്സ് പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്തവരൊക്കെ ഉണ്ട്. ശരിക്കും അഗ്രികൾച്ചർ കോഴ്സിന് ഞാൻ പഠിക്കുന്ന കാലത്ത് 40 ദിവസമായിരുന്നു ടൂർ. പിന്നെ ഗൈസ് ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സിലബസിൽ. അത്ര ഉഴപ്പിയാൽ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഫെയിൽ ആകത്തുള്ളൂ. അങ്ങനെ ആർട്സ് അടിപൊളിയാണ്, കോളേജ് ആർട്സും യൂണിവേഴ്സിറ്റി ആർട്സും. അത് തന്നെയാണ് റാവിൻ്റെ പരിപാടി. ഓരോ സ്ഥലത്ത് പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു വരുന്നു, പ്രസന്റേഷൻ ചെയ്യുന്നു. പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു വരുന്നു, പ്രസന്റേഷൻ ചെയ്യുന്നു. പാസ്സാകാൻ ഭയങ്കര വിഷമമൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് പാസ്സാവും. ഫൈനൽ ഇയറിൽ നമുക്ക് എക്സാമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എക്സാം എഴുതുന്ന ടൈം വരെ എൻ്റെ ആഗ്രഹം വെറ്റിനറിക്ക് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതായിരുന്നു. ഈ ടൈമിലായിരുന്നു നമുക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് റൈസ് കൾട്ടിവേഷൻ. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് ഒരു പുതിയൊരു കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഞാനെപ്പോഴും എൻ്റെ വ്ളോഗ്സും അതുപോലെ റീൽസ്, ഡാൻസ് ഇതൊക്കെ ആയിരുന്നല്ലോ ചെയ്യാറുണ്ടായിരുന്നത്. ഞാൻ കരുതി ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എന്താണ് BSc അഗ്രികൾച്ചർ, എന്താണെന്നല്ല എൻ്റെ അനുഭവം, എനിക്ക് ഒരു BSc അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് എനിക്ക് എന്തൊക്കെയാണ് ഉണ്ടായ കാര്യങ്ങൾ, ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്, അതുപോലെ എൻ്റെ ആ ഒരു 4 ഇയർ ജേർണി, ആ കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, കറൻ്റ്ലി എന്ത് ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊരു ടോക്കൊന്നും ആയിരിക്കില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു 4 ഇയർ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു കോളേജ് ലൈഫ്, അവിടുത്തെ വൈബ്, അവിടുത്തെ പഠന രീതി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ വിചാരിച്ചു ഇപ്പോഴും BSc അഗ്രികൾച്ചറിനെ പറ്റി അറിയാത്തവരുണ്ട്, അല്ലെങ്കിൽ അതെന്താ ആ കോഴ്സ് പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്പ് ആവുമെങ്കിൽ ഈ വീഡിയോസ് ഹെൽപ്പ് ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആകാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പേജൊക്കെ ഒന്ന് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളിൽ ഓരോ ലൈക്കും നിങ്ങളുടെ ഷെയറും കമൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല ഗൈസ്, അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ ഞാൻ എങ്ങനെയാണ് അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് എത്തിയെന്നുള്ളത് പറയാം. നീറ്റ് എൻട്രൻസ് എക്സാമാണ് ഞാൻ ക്ലിയർ ചെയ്തത്. പക്ഷെ എക്സാം എഴുതുന്ന ടൈം വരെ എൻ്റെ ആഗ്രഹം വെറ്റിനറിക്ക് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതായിരുന്നു. വെറ്റിനറി, പട്ടിയും പശുവും പൂച്ചയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എനിക്ക് ആ ഫീൽഡ് എനിക്ക് നല്ലതായിരിക്കും എന്ന് കരുതി ഞാൻ വെറ്റിനറി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാണ് നീറ്റ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ എൻ്റെ ഡെസ്റ്റിനേഷൻ എന്നെ എത്തിച്ചത് അഗ്രികൾച്ചറിലാണ്. അപ്പോൾ ഒരു കൊറോണ കാലത്തായിരുന്നു എൻ്റെ എൻട്രൻസ് എക്സാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ 2020 നടന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ 2024 പാസ് ഔട്ടാണ്. അപ്പം ആ ഒരു വർഷത്തെ ഡിഫറൻസ് ഉണ്ടാവും എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും. അപ്പം അങ്ങനെ എൻട്രൻസ് എഴുതി, പഠിച്ചു. നീറ്റ് എൻട്രൻസ് എക്സാമാണ് എഴുതിയത്, ക്ലിയർ ചെയ്തത്. അപ്പം ആ ടൈമിൽ റാങ്ക് വെച്ചിട്ട് എനിക്ക് അഗ്രികൾച്ചറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ വെറ്റിനറി വെച്ചു, സെക്കൻഡ് ഓപ്ഷൻ അഗ്രികൾച്ചർ ആയിരുന്നു വെച്ചത്. എന്തുകൊണ്ട് അഗ്രികൾച്ചർ വെച്ചെന്ന് ചോദിച്ചാൽ പൊതുവേ ആ ടൈമിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അഗ്രികൾച്ചർ നല്ലതാണ്, അഗ്രികൾച്ചർ നല്ല സ്കോപ്പ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ട് പിന്നെ പോയ കുറേ ടൂറും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് കേട്ടു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിലും പിന്നെ ആ ഒരു എൻട്രൻസ് പഠിച്ച് മടുത്തു, എനിക്ക് പഠിക്കാൻ വയ്യ എന്നൊക്കെ ആയപ്പോൾ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ അഗ്രികൾച്ചർ കൊടുത്ത് എനിക്ക് പടന്നക്കാട് കാർഷിക കോളേജിൽ അഡ്മിഷൻ കിട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ 4 അഗ്രികൾച്ചർ കോളേജുകളാണുള്ളത്. ഒന്ന് ഞാൻ പഠിച്ച പടന്നക്കാട്, നീലേശ്വരത്തുള്ള പടന്നക്കാട് കാർഷിക കോളേജ്. രണ്ടാമത്തത് വയനാടുള്ളൊരു കോളേജ്, വയനാട് കാർഷിക കോളേജ്. പിന്നെ വെള്ളയാനി, അതായത് തിരുവനന്തപുരം. പിന്നെ വെള്ളാനിക്കര, തൃശ്ശൂർ. ഈ തൃശ്ശൂരാണ് നമ്മുടെ സെൻട്രൽ ക്യാമ്പസ് വരുന്നത്. അപ്പോൾ ഈ 4 കോളേജിൽ നിന്ന് നമുക്ക് ഈ നീറ്റ് കൗൺസിലിംഗ് ടൈമിൽ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് വെക്കുക, നമ്മുടെ റാങ്കിനനുസരിച്ച് നമുക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടിയത് പടന്നക്കാട് കാർഷിക കോളേജിലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. അങ്ങനെ 2020 ബാച്ചിൽ അഡ്മിഷൻ എടുത്ത് ഞാൻ ഓൺലൈൻ ബാച്ചായിരുന്നു. ബിക്കോസ് നമുക്ക് ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് ആദ്യത്തെ ഒരു 8 മാസത്തോളം അറൗണ്ട് ഒരു 8 മാസത്തോളം ഞങ്ങൾക്ക് കോവിഡ് ടൈം ആയതുകൊണ്ട് ഓൺലൈൻ ആയിരുന്നു ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ ഓൺലൈൻ പഠിത്തം ഒരു വേറെ തന്നെ ഒരു ഫീൽ ആണല്ലോ. അങ്ങനെ ആദ്യത്തെ 8 മാസത്തോളം ഓൺലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് തുടങ്ങുന്ന ഒരു നവംബറിലോ ഒക്ടോബർ ലാസ്റ്റ് ഓർ നവംബർ അങ്ങനെ എപ്പോഴുമായിരുന്നു നമുക്ക് ഓഫ്ലൈൻ മോഡിലോട്ട് ക്ലാസ്സും കാര്യങ്ങളും മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ എത്തി കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഇതിൻ്റെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സാം വന്നിട്ട് രണ്ടെണ്ണം ഉണ്ടാവുക, മിഡ് എക്സാമും അതുപോലെ തന്നെ പിന്നെന്താ സെമസ്റ്റർ എക്സാം. മിഡ് എക്സാം ഒരു പകുതിയൊക്കെ ആകുമ്പോൾ നടക്കും, സെമസ്റ്റർ എക്സാം അറ്റ് ദി എൻഡ് നടക്കും. പക്ഷേ ഇതൊന്നും ഞങ്ങളുടെ കേസിൽ അത്ര പ്രാബല്യത്തിലായിട്ടില്ല എന്ന് വേണം പറയാൻ. കാര്യം കൊറോണ ആയതുകൊണ്ട് ആദ്യത്തെ ഒരു 8 മാസത്തോളം ആ ഒരു ഓൺലൈനും ഒക്കെ ആയതുകൊണ്ട് കൊറോണ ബാച്ച് എന്ന രീതിക്ക് ഇതൊന്നും പ്രോപ്പറായിട്ടല്ല നടന്നത്. കാര്യം മിഡും സെമൊക്കെ ഒരുമിച്ച് എക്സാം എഴുതേണ്ടി, രാവിലെ പോയിട്ട് മിഡ്, ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് സെമസ്റ്റർ എക്സാം ഒക്കെ എഴുതേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് കൊറോണ ആയതുകൊണ്ടാണ്. അല്ലാതെ പ്രോപ്പറായിട്ട് വന്നവർക്കൊക്കെ ഏകദേശം കറക്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പം ഫസ്റ്റ് സെമസ്റ്റർ ഓൺലൈനായിട്ട് പോയി, സെക്കൻഡ് സെമസ്റ്റർ ആദ്യമായിട്ട് കോളേജിൽ പോകുന്നതിൻ്റെയും എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോയി എന്നുള്ളതാണ്.
പിന്നെ ഫസ്റ്റ് സെമസ്റ്റർ ഓൺലൈൻ ആയതുകൊണ്ട് ഭയങ്കരമായിട്ടൊന്നും പറയാനില്ല. സെക്കൻഡ് സെമസ്റ്ററിൽ ഉണ്ടായിരുന്നത് പറയാനുള്ളത് നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഓടാനും ചാടാനും ഒക്കെ ഉണ്ടാവും. സ്പോർട്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഭയങ്കര രസമായിരിക്കും കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു സ്പോർട്സ് പേഴ്സൺ അല്ല, എനിക്ക് അങ്ങനെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഞാൻ അധികം ആക്റ്റീവ് ആവുന്ന ഒരാളല്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ ആയിരുന്നു. പിന്നെ 6 മാസം പോകണം, ഒരു സെമസ്റ്റർ മുഴുവൻ പോകണല്ലോ രാവിലെ എഴുന്നേറ്റിട്ട്. അപ്പം നമ്മൾ മടുക്കും. ലാസ്റ്റിലോട്ടൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മടി പിടിച്ച് രാവിലെ എഴുന്നേറ്റ് പോകാനൊക്കെ. പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല, പോയി നിർബന്ധമാണ് പോകണം. അറ്റൻഡൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് സാറ്റിസ്ഫാക്ടറി കോഴ്സാണ്. അതായത് മെയിനായിട്ട് കോഴ്സുകളുണ്ടാവും, സാറ്റിസ്ഫാക്ടറി കോഴ്സുകളുണ്ടാവും നമുക്ക് ഓരോ സെമസ്റ്ററിലൊക്കെ. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ സാറ്റിസ്ഫാക്ടറി കോഴ്സായിരുന്നു ഈ പറഞ്ഞ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. പക്ഷെ നല്ലതാട്ടോ. ഞാനങ്ങനെ സ്പോർട്സ് പേഴ്സൺ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും അങ്ങനെ ഒരു ഗെയിംസിനെ പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാത്തിൻ്റെ റൂൾസും ഭയങ്കരമായിട്ട് സ്പോർട്സ് ഒന്നും ചെയ്തില്ലെങ്കിലും എന്താണ് ബാസ്കറ്റ് ബോൾ അതിൻ്റെ റൂൾസ്, അതുപോലെ ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ത്രോ ബോൾ, അങ്ങനെ ഷട്ടിലൊക്കെ നമുക്ക് ഒരു ബേസിക് ഐഡിയാസ് ഒക്കെ കിട്ടും. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഓടും. പിന്നെ ഞങ്ങൾക്ക് വാമപ്പും ഫുൾ ഗ്രൗണ്ടിൽ ഓട്ടവും കോളേജ് മുഴുവൻ ഓട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ, ഓട്ടവും ചാട്ടമൊക്കെ. അപ്പം അങ്ങനെയായിരുന്നു സെക്കൻഡ് സെമസ്റ്റർ എൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് സെമസ്റ്റർ ഇതുപോലെ തന്നെ എക്സാം കാലം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര എന്താ പറയുക, അതൊന്ന് പെട്ടെന്ന് തീരാനുള്ള ആവശ്യമായിരിക്കും. എക്സാം നമുക്ക് ആർക്കും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ കാലം ഉണ്ടാവുമായിരുന്നു. മെയിനായിട്ട് ഞങ്ങൾക്ക് കൊറോണ ബാച്ച് ആയതിൻ്റെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കൂടെ ഒരുമിച്ച് എക്സാമും കാര്യങ്ങളൊക്കെ വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ തന്നെയാണ് നമുക്ക് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ ഫാമിലൊക്കെ പോയി പശുവിനെയും ഒക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വെറ്റിനറി ഒക്കെ പഠിക്കാൻ ഇഷ്ടപ്പെട്ട് നിന്നൊരാൾക്ക് ആനിമൽ ഹസ്ബൻഡറി ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, വാഗമൺ. 3 or 4 days അത്ര ദിവസത്തെ ഞാനൊരു ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ സെമസ്റ്ററിനെ പറ്റി പറഞ്ഞതിന് ശേഷം കോമൺ ആയിട്ട് വരുന്ന മെയിൻ സബ്ജക്റ്റുകളെ പറ്റി പറയാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓരോ സെമസ്റ്ററിൽ എനിക്ക് ഓർമ്മയുള്ളതൊക്കെയാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഇയർ എനിക്ക് ഇങ്ങനെയാണ് അവസാനിച്ചത്. ഫസ്റ്റ് സെമസ്റ്റർ ഓൺലൈനും സെക്കൻഡ് സെമസ്റ്റർ എക്സാമും കാര്യങ്ങളും കോളേജിൽ പോയ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് അതങ്ങ് എൻഡ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു ട്രിപ്പും കൂടെ കിട്ടി. ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വീണ്ടും കൊറോണയൊക്കെ കൂടി വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് സെമസ്റ്ററിൽ കുറച്ച് നാൾ നമുക്ക് ഓൺലൈനായിട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കോളേജിലേക്കൊക്കെ പോയി. തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററും മെയിൻ സ്ട്രീം കോഴ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ ഭയങ്കരമായി എനിക്ക് ഓർമ്മയിൽ എക്സൈറ്റഡ് ആയ സബ്ജക്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ തേർഡ് ഇയറിലോട്ട് വരുമ്പോൾ 5th സെമസ്റ്ററും 6th സെമസ്റ്ററും ഈ ടൈമിലായിരുന്നു നമുക്ക് മെയിനായിട്ടുണ്ടായിരുന്ന റൈസ് കൾട്ടിവേഷൻ. അത് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നെൽകൃഷി ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു ടൈം. കാര്യം ഓരോ ബാച്ച് വൈസ് നമുക്ക് സെൻറ്റും സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ തരും. നമ്മളവിടെ പോയിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്തിട്ട് നടലും. എനിക്ക് നല്ല ഇഷ്ടം, എൻ്റെ അഗ്രികൾച്ചർ ലൈഫിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാർട്ടായിരുന്നു ആ നെൽകൃഷി ചെയ്യുന്നത്. പിന്നെ നമ്മൾ തേർഡ് ഇയറിലോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ 5th സെമസ്റ്ററിലെ നമ്മുടെ ടൂർ അടിപൊളി ആണല്ലോ. നമ്മൾ സ്വാഭാവികമായിട്ട് ടൂർ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? അത് അടിപൊളിയായിരുന്നു. ശരിക്കും അഗ്രികൾച്ചർ കോഴ്സിന് ഞാൻ പഠിക്കുന്ന കാലത്ത് 40 ദിവസമായിരുന്നു ടൂർ. 40 ദിവസം ടൂർ പോകുക എന്നുള്ളതായിരുന്നു. അത് ഇന്ത്യ മൊത്തത്തിൽ പോവുക, നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അങ്ങനെ 40 ദിവസത്തെ ടൂറിനെ ഞങ്ങൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 23 ദിവസം NIT നോർത്ത് ഇന്ത്യ ടൂറും ബാക്കി 17 ദിവസം SIT സൗത്ത് ഇന്ത്യ ടൂറും എന്നുള്ള രീതിക്കായിരുന്നു നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. കാരണം 40 ദിവസം 23 ദിവസം നോർത്ത് ഇന്ത്യയിൽ പോയി വന്നപ്പോൾ തന്നെ നമ്മൾ ലാസ്റ്റ് ടൈം അടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ടൂറും കാര്യങ്ങളൊക്കെ പോവുക. എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചർ കോഴ്സിൻ്റെ ഒരു മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ടൂർ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളിപ്പം ലൈഫിൽ ഒരിക്കലും ഇന്ന സ്ഥലത്തൊന്നും പോകില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ ആ പ്രായത്തിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു. ഞാനിപ്പം നമ്മുടെ BSc അഗ്രികൾച്ചർ 4 വർഷത്തിലെ ആദ്യത്തെ 3 വർഷത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ 3 വർഷവും നമുക്ക് കൃത്യമായിട്ട് എക്സാംസ് ഉണ്ട്. മിഡ് എക്സാം അറ്റൻഡ് ചെയ്യണം, സെമസ്റ്റർ എക്സാം, പ്രാക്ടിക്കൽ എക്സാം, വൈവ, പിന്നെ റെക്കോർഡ്സ്. ഇതിൻ്റെ ഒക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ കിട്ടുക, അസസ്മെൻറ്റ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ 4th ഇയറിലോട്ട് കയറിയ ഫൈനൽ ഇയറിൽ നമുക്ക് എക്സാമും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നമുക്ക് ആകെ പ്രാക്ടിക്കൽ മാത്രം ചെയ്താൽ മതി, വൈവ അറ്റൻഡ് ചെയ്യണം, ഇത് മാത്രമേ ഉള്ളൂ. 4th ഇയറിൽ നമുക്ക് എന്തില്ല, എക്സാംസോ കാര്യങ്ങളോ ഇല്ല. ആദ്യത്തെ 3 വർഷം, അതായത് 6th സെമസ്റ്ററോടുകൂടി നമ്മൾ എക്സാമും കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്യും. 7th-ലും 8th-ലും നമുക്ക് എക്സാംസ് ഇല്ല, വൈവ ഓൺലി. പിന്നെ 7th സെമസ്റ്ററിലേക്ക് കയറുമ്പോൾ നമുക്ക് റാവയും 8th സെമസ്റ്ററിൽ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങും. അപ്പോൾ റാവ എന്ന് പറയുമ്പോൾ നമ്മൾ അഗ്രികൾച്ചറായി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ടീച്ചേഴ്സ് തന്നെ നമ്മൾ പറഞ്ഞു വിടും.
ചിലപ്പോൾ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഒക്കെ വിടും. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ കൃഷിഭവനിൽ പോകും, KVKയിൽ പോകും, NGOയിൽ പോകും. അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ ഓരോ ടീച്ചേഴ്സ് ഓരോരോ മൊഡ്യൂളിൽ നമ്മളെ വിടും. അപ്പോൾ രാവിലത്തെ സെമിസ്റ്ററിലെ പരിപാടി നമുക്ക് മെയിനായിട്ട് ഇപ്പം ഞാൻ കൃഷിഭവനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ തന്നെ ഇവിടെ പായം കൃഷിഭവനിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അറൗണ്ട് 1 വീക്ക് ആയിട്ടായിരുന്നു നമുക്ക് കൃഷിഭവനിൽ ഉണ്ടായിരുന്ന മൊഡ്യൂൾ. അത്ര ദിവസം ഉണ്ടാവും, നമുക്ക് ഒരുപാട് ചെക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളവിടെ ചെന്ന് അവിടുത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വരിക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. ചിലവർക്കൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ നാട് ഒരുമിച്ച് വരുന്നവർക്ക് മാത്രം 2 പേരൊക്കെ ഒരുമിച്ച് കൃഷിഭവനിലുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. പിന്നെ ഈ റാവ്യ സെമിസ്റ്ററിൽ മെയിൻ പരിപാടി ഇത് തന്നെയാണ്. ഓരോ സ്ഥലത്തേക്ക് പോകും, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കും, അവിടെ നമ്മൾ പഠിക്കും, ഗ്രൂപ്പായിട്ടോ ഇൻഡിവിജ്വലായിട്ട് പല കാര്യങ്ങൾ പഠിക്കും. അതിന് ബേസ് ചെയ്ത് നമ്മൾ പ്രസൻറ്റേഷൻ ഉണ്ടാക്കും. അത് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് കോളേജിൽ പോയി ഇരുന്ന് പ്രസൻറ്റേഷൻ ചെയ്യും. ഇത് തന്നെയാണ് റാവ്യൻ്റെ പരിപാടി. ഓരോ സ്ഥലത്ത് പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു വരുന്നു, പ്രസൻറ്റേഷൻ ചെയ്യുന്നു. പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു വരുന്നു, പ്രസൻറ്റേഷൻ ചെയ്യുന്നു. ആക്ച്വലി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് റാവ്യ. പിന്നെ റാവ്യൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് അഗ്രോ ക്ലിനിക് എന്ന് പറയും. അത് നമ്മളൊരു സ്ഥലത്ത് പോയി അവിടെ ഒരു ക്യാമ്പ് ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി, അവിടുത്തെ അസുഖങ്ങളെയും രോഗകീടങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കി അവിടെ നമ്മൾ എക്സിബിഷൻ വെക്കും, സീഡ്ലിങ്സ് വിൽക്കും. അങ്ങനെ ഒരു അഗ്രോ ക്ലിനിക്കും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കുറച്ചധികം നല്ല അറിവുകളൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ റാവ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, റാവ്യ ഞങ്ങൾക്ക് ഇങ്ങനെ പോവുക വരിക യാത്ര അത് തന്നെയാണ് പരിപാടി. അപ്പോൾ ഇതിനകത്ത് റാവ്യൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റൈഫൻഡ് ഉണ്ട്. മാസം 8000 രൂപ വെച്ച് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും. പക്ഷേ ഞങ്ങളുടെ ഒരു നിർഭാഗ്യവശാൽ നമ്മൾ കൊറോണ ബാച്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് 6 മാസം റാവ്യ ഉണ്ടായിരുന്നില്ല. 4-5 മാസം കാനായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് റാവ്യ. അത് കൊറോണ ആയതുകൊണ്ടാണ് എല്ലാ സെമിസ്റ്ററും ഇങ്ങനെ ഷോർട്ടാക്കി പോയപ്പോൾ റാവ്യ കുറച്ച് കുറഞ്ഞു. പക്ഷേ നമുക്ക് സ്റ്റൈഫൻഡ് കാര്യങ്ങളൊക്കെ കിട്ടി, കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും സ്റ്റൈഫൻഡൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ 7th സെമിസ്റ്ററിലുണ്ട്. പിന്നെ നമ്മുടെ 8th സെമിസ്റ്ററിൽ നമുക്ക് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാച്ച് കംപ്ലീറ്റ് ഇപ്പോൾ 100 പേരാണെങ്കിൽ എല്ലാവരും ഡിവൈഡ് ചെയ്ത് പല ടീമാകും. ഓരോ ടീമിലും നമുക്ക് 2 കോഴ്സ് വെച്ച് എടുക്കണം. ആ 2 കോഴ്സ് ഇപ്പം ഞാൻ എടുത്തത്, എൻ്റെ ടീമിൽ ഞങ്ങൾ 10 പേരുള്ളൊരു ടീമായിരുന്നു. അതിനകത്ത് ഞങ്ങളെടുത്ത കോഴ്സ് ഫ്ലോറിക്കൾച്ചറും അതുപോലെ തന്നെ CTech ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമുക്ക് ഗൈഡ് ചെയ്യാൻ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ തന്നെ തീരുമാനിക്കുക നമുക്ക് എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ് ഈ ഒരു ഫീൽഡിൽ നിന്ന് ചെയ്യാൻ പറ്റുക. എന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രോഫിറ്റും അതുപോലെ തന്നെ ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ തന്നെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ്. ചെണ്ടുമല്ലി കൃഷി ചെയ്തു. അതുപോലെ തന്നെ പലതരത്തിലുള്ള പൂവിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സോപ്പിൽ ഉപയോഗിക്കാം എന്ന രീതിയിൽ സോപ്പ് ഉണ്ടാക്കി ഞങ്ങൾ വിറ്റു. ഞങ്ങൾ കുറേ സോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിറ്റിട്ട് ഞങ്ങളുടെ ടീം ചെയ്തതാണ്. ഇത് കൂടാതെ ഇപ്പം ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നവരുണ്ട്, പിന്നെ എന്താ വെജിറ്റബിൾസ് എടുത്തവരാണെങ്കിൽ കക്കിരിക്കയും അമരാന്തസ് ഒക്കെ ഉണ്ടാക്കി വിറ്റവരുണ്ട്, പിന്നെ ഹണി ബി തേൻ വിറ്റവരുണ്ട്, പിന്നെ ഫുഡ് പലതരത്തിലുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കി വിറ്റവരുണ്ട്. സോ അങ്ങനെയൊക്കെ പലതരത്തിൽ നമുക്ക് തന്നിരിക്കുന്ന കോഴ്സിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഓരോ ബിസിനസ് ചെയ്യുക, ബിസിനസ് ഐഡിയാസ്, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി കൊറോണ ബാച്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതും 6 മാസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു 6 മാസം കിട്ടിയതെങ്കിൽ വാവ് അടിപൊളിയായിരുന്നു. നമ്മളൊരു എത്രയായിരുന്നു അത് കിട്ടിയത്? ആ കിട്ടിയ മാസം തന്നെ നമ്മൾ അടിച്ച് പൊളിച്ചിരുന്നു. കാരണം എക്സാംസോ അങ്ങനത്തെ ഒന്നുമില്ല, ആകെ വൈവ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര രസമാണല്ലോ. പിന്നെ ടീമായിട്ടൊന്നൊരു ടീം എഫേർട്ടും രസമായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓരോ സെമസ്റ്റർ വൈസ് എനിക്ക് ഓർമ്മയുള്ളതൊക്കെ ആട്ടോ ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കുറേ കാര്യങ്ങളെ വിട്ടുപോയിട്ടുണ്ട്. ഇതിനിടയിൽ ഞങ്ങൾക്ക് കപ്പകൃഷി ഉണ്ടായിരുന്നു. അയ്യോ അത് ഞാൻ പറയാൻ വിട്ടത്. എനിക്കൊന്ന് 6th സെമസ്റ്ററിലൊക്കെ ആയിരുന്നു തോന്നുന്നു കപ്പകൃഷി ഉണ്ടായിരുന്നത്. കപ്പ, പിന്നെ നമുക്ക് ടീമായിട്ട് ഓരോ ഹോർട്ടിക്കൾച്ചറിൽ പോയി ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് തരും. തക്കാളിയും വെണ്ടക്ക, കോളിഫ്ലവർ, ഇതൊക്കെ ഓരോ ടീമായിട്ട് ഉണ്ടാക്കി ഇതിനെ ഓർക്കുന്നുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ കുറേ വാഴ നട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പറയാൻ പറ്റുമോ? ഏതൊക്കെ സെമിസ്റ്ററിലും ചെയ്തെന്നുള്ളത് എനിക്ക് അത്ര കറക്റ്റ് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഇതൊക്കെ ഈ ഒരു 8 സെമിസ്റ്ററിനുള്ളിൽ നമ്മൾ ചെയ്തു വന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ അഗ്രോണമി, പാത്തോളജി, എൻഡമോളജി, ഹോർട്ടിക്കൾച്ചർ, എക്സ്റ്റൻഷൻ, ജെനറ്റിക്സ്, എക്കണോമിക്സ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മെയിൻ ആയിട്ട് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ സെമിസ്റ്ററിലും പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇത് കൂടാതെ വേറെ കുറേ മൈനറായിട്ട് വരുന്ന കുറേ ചില എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരോ സെമിസ്റ്ററുകളിൽ മാത്രം വന്നു പോകുന്ന കുറേ സബ്ജക്റ്റുകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ മെയിൻ എല്ലാ സെമിസ്റ്ററിലും ഉണ്ടാകുന്ന. ഇപ്പം അഗ്രോണമി എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും നടീൽ രീതികളും അതുപോലെ തന്നെ അതിനകത്ത് വളയിടുന്ന വളപ്രയോഗങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ പാത്തോളജിയിൽ നമ്മൾ എങ്ങനെയാണ് രോഗങ്ങൾ വരിക, ആ രോഗങ്ങൾ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. എൻഡമോളജി ആണെങ്കിൽ കീടങ്ങളെ പറ്റി പഠിപ്പിക്കും, പെസ്റ്റുകളെ പറ്റി പഠിപ്പിക്കും. പിന്നെന്താ ഹോർട്ടിക്കൾച്ചർ ആണെങ്കിൽ പ്ലാന്റേഷൻ ക്രോപ്സ്, വെജിറ്റബിൾസ്, സ്പൈസസ് അതിനെപ്പറ്റി പഠിപ്പിക്കും. അങ്ങനെ പിന്നെ ഇപ്പം ഇത് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് നടലും വളയിടലും ഇത് മാത്രമൊന്നും അല്ല കേട്ടോ നമ്മൾ പഠിപ്പിക്കുന്നത്. ഫ്രം ദ ജെനറ്റിക്സ് ടു എക്കണോമിക്സ് വരെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ക്രോപ്പിൻ്റെയും ജെനറ്റിക്സ് മുതൽ അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്ത് നമ്മൾ വിൽക്കണം എന്ന രീതി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എക്കണോമിക്സ്. പിന്നെ ഞാൻ ഇത്ര നേരം നിങ്ങളടുത്ത് പഠിത്തം നമ്മുടെ പഠിക്കണ കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞത്. ഇനി ഇത് ഈ പഠിത്തം ഒക്കെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ നമുക്ക് ഒരുപാട് ആഘോഷങ്ങളുണ്ട്. അത് നല്ല രസമാണ്. കോളേജ് ലൈഫിൽ ഫ്രണ്ട്സൊക്കെ ഒത്തുനിന്ന് ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കുന്നത് ബേസിക്കലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓണായാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ സെലിബ്രേഷൻ ആയാലും വാലന്റൈൻസ് ഡേ ഒക്കെ നല്ല രസമുള്ള പരിപാടിയായിരുന്നു. ഞാൻ ബേസിക്കലി എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ ആയിട്ടൊരു പരിപാടിയാണ് മാംഗോ ഫെസ്റ്റ്. അത് പഠനക്കാട് കാർഷിക കോളേജിൽ പഠിക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ.
കേട്ടോ. അത് അവിടെ നമ്മുടെ ഒരു പ്രസ്റ്റീജ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റാണ് മാംഗോ ഫെസ്റ്റ്. അതൊരു 4 ദിവസം. പിന്നെ ഇതിനിടയിൽ ഞാനൊരു 1 ഇയർ പ്രസിഡന്റ് ആയിരുന്നു, കോളേജ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് വേറെ തന്നെ ഒരു രസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പഠിത്തത്തിനെ പറ്റി പറയുന്നതിനേക്കാൾ എക്സൈറ്റഡ് ആവുക അവിടുത്തെ കോളേജിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇതൊക്കെ മാറ്റി നിർത്തി വേറൊരു മെയിൻ സംഭവമുണ്ട്, ആർട്സ് അടിപൊളിയാണ്. കോളേജ് ആർട്സും യൂണിവേഴ്സിറ്റി ആർട്സും അത് തുടങ്ങുന്ന തൊട്ട് ഒരു കോളേജ് ആർട്സ് യൂണിവേഴ്സിറ്റി ആർട്സിലോട്ട് എൻഡ് ചെയ്യുമ്പോൾ 2-3 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ടൈമിൽ നമുക്ക് ചിലപ്പോൾ എക്സാം ഉണ്ടാവും, ബെസ്റ്റ് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളെല്ലാം ചെയ്യും, ആർട്സിൽ പങ്കെടുക്കുകയും ചെയ്യും. ആർട്സും അടിപൊളിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് കേട്ടോ, ബെസ്റ്റ് കളക്ഷനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഏതൊക്കെയോ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. അതിനകത്തുള്ളതാണ് ബെസ്റ്റ് കളക്ഷൻ. നമുക്ക് ബെസ്റ്റ് കളക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ല രസമാണ്. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇറങ്ങും ബെസ്റ്റിനെ പിടിക്കാൻ വേണ്ടി നെറ്റും പിടിച്ചോണ്ട് ഇങ്ങനെ പോകും, വീശിക്കൊണ്ട് ബാച്ച് മുഴുവൻ. അതൊക്കെ രസമുള്ളൊരു പരിപാടിയാണ്. കോഴ്സ് പഠിക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതിനകത്ത് പാസ്സാകാൻ ഭയങ്കര വിഷമമൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് പാസ്സാവും. നമുക്ക് ജസ്റ്റ് അത്ര ഉഴപ്പിയാൽ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഫെയിൽ ആകത്തുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക തോറ്റു പോകുന്ന ഒരു അവസ്ഥയൊന്നും വരില്ല. അത്രയും ഉഴപ്പി കഴിഞ്ഞാൽ നമ്മൾ തോക്കും, ഇല്ല ഞാൻ പറയണില്ല. പക്ഷേ നമ്മളൊരു ആവറേജ് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം, ഞാനൊരു ആവറേജ് ആയിട്ട് പഠിച്ചു പോയ ഒരാളാണ്, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയണത്. ഞാനങ്ങനെ ഭയങ്കര ടോപ്പ് ലെവലിൽ പഠിച്ച ഒരാളുമല്ല, എന്നാൽ ഭയങ്കരമായിട്ട് പഠിക്കാതിരുന്ന ആളുമല്ല, ഒരു ആവറേജ് ലെവലിൽ പഠിച്ച ഒരാളാണ്. അപ്പം ആ ഒരു ലെവലിൽ മാർക്കൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ തലേദിവസം ഇരുന്ന് പഠിച്ചാലും മാർക്ക് കിട്ടും. പക്ഷെ അങ്ങനെ പഠിക്കരുത്. നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ച് നല്ല OGP എടുക്കുന്നതാണ് നല്ല സബ്ജക്റ്റുകൾ. ഇപ്പോൾ അഗ്രികൾച്ചറിനകത്ത് പഠിക്കാനുള്ള സബ്ജക്റ്റൊക്കെ നമുക്ക് ഭയങ്കര മനസ്സിലാവാത്തയോ അല്ലെങ്കിൽ ഭയങ്കര ടഫ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. കുറച്ച് സബ്ജക്റ്റുകളുണ്ട് കുറച്ച് നല്ലോണം ചിന്തിച്ച്. ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് ഓരോ ഗ്രാഫും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചധികം ചിന്തിക്കാനുള്ള ഉണ്ടാവും. പക്ഷെ അല്ലാതെ ഇപ്പോൾ അഗ്രോണമി ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അതായത് ഓരോ ക്രോപ്പിൻ്റെയും അതിൻ്റെ വളവിടലും അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് ബൈ ഹാർട്ട് സ്റ്റഡി ചെയ്യാൻ ഒരുപാടുണ്ടാവും. പക്ഷെ നമുക്ക് തന്നെ വായിച്ചാലും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത്രയും പഠിക്കാതിരുന്നാൽ മാത്രമേ നമ്മൾ തോക്കത്തുള്ളൂ. നമ്മളങ്ങനെ തോപ്പിക്കാനായിട്ട് ടീച്ചേഴ്സൊന്നും നിൽക്കത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് എഴുതിയാലും നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ്സും കാര്യങ്ങളും വെച്ചാലൊക്കെ നമുക്ക് മാർക്കൊക്കെ കിട്ടും. പഠിത്തത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അതാണ് പറയാനുള്ളത്. അങ്ങനെ നമ്മളങ്ങനെ ഭയങ്കര കടന്ന് ഭയങ്കര കഷ്ടപ്പെട്ട് അങ്ങനെയൊന്നും പഠിക്കേണ്ടി വരില്ല. അത്യാവശ്യം നന്നായി പഠിക്കാൻ കഴിവുള്ളൊരു കുട്ടിയാണെങ്കിൽ സുഖമായിട്ട് നല്ല OGPയിൽ മാർക്ക് വാങ്ങിയിട്ട് പോവാം. ഞാൻ പറഞ്ഞല്ലോ, എക്സാമിൻ്റെ തലേദിവസം ഇരുന്ന് പഠിച്ചിട്ട്, ഞാൻ അങ്ങനെയായിരുന്നു, എക്സാമിൻ്റെ തലേദിവസം ഇരുന്ന് പഠിച്ചിട്ട് മാർക്ക് വാങ്ങാൻ പറ്റും നമുക്ക്. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. അഗ്രികൾച്ചർ പഠിക്കുമ്പോൾ എൻ്റെ അനുഭവം ഇത്രയും, അത് കഴിഞ്ഞ് ഞാനിപ്പോൾ 1 വർഷം കൂടി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, നമുക്ക് OGPക്കൊക്കെ വാല്യൂ ഉണ്ട്. OGP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓവറോൾ ഗ്രേഡ് പോയിന്റ് ആണ്. അപ്പം അത് നന്നായിട്ട് മാക്സിമം ഒരു 8ന് മുകളിലെങ്കിലും എടുക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ്. അതേ ഞാൻ പറയും. ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാനങ്ങനെ ഭയങ്കര ആഗ്രഹിച്ച് അഗ്രികൾച്ചർ കിട്ടണം എന്ന് വിചാരിച്ച് പോയി ജോയിൻ ചെയ്ത ആളൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ട് അഗ്രികൾച്ചർ തന്നെ കിട്ടണം അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡോട് ഭയങ്കര ഇഷ്ടം ഉണ്ടായിട്ട് വന്ന കുട്ടികളുണ്ട്. പിന്നെ മെജോറിറ്റി എന്നെ പോലെ വന്നവരാണ്, വേറെ ഏതെങ്കിലും കിട്ടാണ്ട് ഇതിന് വന്നവരാണ്, എന്നിട്ട് അവിടെ എത്തി ഇഷ്ടപ്പെട്ടവരാണ്. ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിനോട് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ എനിക്കത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ജോലിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തോ എനിക്ക് അഗ്രികൾച്ചർ ഫീൽഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും തോന്നാതെ ഈ കോഴ്സിന് വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കറിയാം. ഞാനങ്ങനെ ഒരു പാഷനേറ്റ് ആയിട്ട് വന്ന ആളൊന്നുമല്ല. എനിക്ക് ആ വ്യത്യാസം ഞാൻ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്ന സമയത്താട്ടോ. ഇപ്പം എന്തെങ്കിലും കിളയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എടുത്ത് മറിച്ച് അങ്ങനെയൊക്കെയുള്ള ചെയ്യാനുള്ള പണിയൊക്കെയാണ് ഞാൻ ഭയങ്കര ഉഷാറായിരിക്കും. എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റൈസ് കൾട്ടിവേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ചെളി കിടന്ന് മറിഞ്ഞ് ഉരുണ്ട് അങ്ങനത്തെയൊക്കെ എനിക്ക് ഇഷ്ടം. അല്ലാണ്ട് ചെളിയോട് അല്ലെങ്കിൽ പൊടിയോട് ഇഷ്ടക്കുറവ് അങ്ങനെയല്ല. അല്ലാതെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്കൊരു തക്കാളി കൃഷി ചെയ്യാനുള്ളൊരു ഗ്രൂപ്പ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇന്ന ആൾക്കാർ ഇന്ന ദിവസം പോയി വൈകുന്നേരം പോയി വെള്ളം ഒഴിക്കണം, ഇന്നാൾ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യും. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണോ പണി കിട്ടുന്നത് ആ ദിവസം മാത്രം അവിടെ പോകുന്നു, അവിടെ വെള്ളം ഒഴിക്കുന്നു, വരുന്നു. ഇതേ എനിക്കുള്ളൂ. എന്താണോ എനിക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുള്ളത് അത് പോയി ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇത്ര ബന്ധം എനിക്ക് ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇതിനോട് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികളില്ലേ, അവരെന്ത് ചെയ്യുന്നറിയോ, അവർക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ രാവിലെയും പോകും വൈകുന്നേരം പോകും. എന്നിട്ട് അതിനകത്ത് വരുന്ന ഓരോ മുട്ട് നോക്കും, അതിനകത്ത് ഓരോ പൂക്കളൊക്കെ വിരിയുമ്പം അതിൻ്റെ ഓരോ സ്റ്റേജും അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ ഉണ്ടാവുമല്ലേ. എനിക്ക് പക്ഷേ ഒരു പൂക്കിട്ടേയും വന്നു അത്രയേ ഉള്ളൂ. നമ്മുടെ വർക്ക് ഇപ്പോൾ തീരുമല്ലോ, പൂട്ടുകൊണ്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധനമാവുമല്ലോ. അങ്ങനെ ചെയ്ത് എനിക്കുണ്ടാവുള്ളായിരുന്നു. പക്ഷെ കൂടുതലുള്ളവർക്കൊക്കെ അതിനെ ഭയങ്കര ഇഷ്ടത്തോടെയൊക്കെ കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ആ നഗ്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്, ഞാൻ അത്ര പാഷനേറ്റ് അല്ല എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ അത്യാവശ്യം കൃഷിയുണ്ട്, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൃഷിയുണ്ട്, തക്കാളിയും ഒക്കെ ഉണ്ട്, പച്ചമുളകും ഒക്കെ. പക്ഷെ ഞാനൊന്നും ഇതുവരെ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അത്ര പാഷനേറ്റ് അല്ല എന്നുള്ളത്.
അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ചായിരിക്കുമല്ലോ ഗൈസ്. സോ ഗൈസ്, ഞാനങ്ങനെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്ന് ഒന്ന് മാറണം എന്ന് തന്നെയാണ്. കാരണം ഞാൻ അത്ര പാഷനേറ്റ് അല്ല. അതുകൊണ്ട് അതൊരിക്കലും അഗ്രികൾച്ചർ ഫീൽഡ് മോശമായതുകൊണ്ടല്ല, അഗ്രികൾച്ചർ ഫീൽഡ് അടിപൊളിയാണ്, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് അതിനോട് ഡൈജസ്റ്റ് ആവാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് അതിനോട് അത്ര പാഷനേറ്റ് അല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏതൊരു ജോലിയും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനോട് ഇച്ചിരിയെങ്കിലും പാഷനേറ്റ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഭാവിയിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര ബേർഡനായിട്ട് ഫീൽ ചെയ്യുന്നു. എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ടാണ് അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്ന് മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ അഗ്രികൾച്ചർ ഫീൽഡിൻ്റെ പ്രത്യേകത അതാണ്, നമ്മൾ ഈ 4 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മാറാം. ഇപ്പം MBBS എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ എന്ന ഡെസ്റ്റിനേഷനിലേ നമ്മൾ എത്തുള്ളൂ, അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ലല്ലോ. പക്ഷേ അഗ്രികൾച്ചറിനൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കിപ്പോൾ അഗ്രികൾച്ചർ ഇഷ്ടമല്ലെങ്കിൽ ആ ഫീൽഡിൽ നിന്നൊക്കെ വ്യതിചലിക്കാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇഷ്ടമാണെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നല്ല പ്രൊഫഷനിൽ എത്താൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത അഗ്രികൾച്ചർ ഉണ്ട് എന്നുള്ളതാണ്. കേസ് നമുക്കിനി പഠിച്ചത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ, അത് ഈ BSc അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് ഒരുപാട് എക്സാംസും കാര്യങ്ങളുണ്ട്. PSc എക്സാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഹയർ സ്റ്റഡീസിന് പോകും, JRF, PG, PhD അങ്ങനെ ഹയർ ലെവലിലോട്ട് പോകാം. അല്ലെങ്കിൽ നമ്മൾ കുറേ പേര് MBAക്ക് പോകുന്നവരുണ്ട്, അഗ്രികൾച്ചർ MBA. അപ്പം എൻ്റെ ബാച്ചിൽ കുറേ പേര് നല്ല നല്ല കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തവരുണ്ട് MBAക്ക്. അതല്ലെങ്കിൽ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പല 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 ഫീൽഡ് ഉണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ ഗൈസ്, നമ്മൾ പൊതുവേ ഞാൻ കേട്ട് വരുന്നൊരു കാര്യമാണ്, അഗ്രികൾച്ചർ അല്ലേ കോഴ്സ്, പിന്നെ എന്താ പഠിക്കാനല്ലേ, പഠിച്ചിറങ്ങിയവാട് ജോലി ഉറപ്പ്, അങ്ങനെ ഒരു കാര്യം ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ഗൈസ്, അങ്ങനെ സംഭവില്ല. അങ്ങനെ പഠിച്ചിറങ്ങിയ അപ്പം തന്നെ ജോലി കിട്ടുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഒരു തെറ്റായ ധാരണയാണെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇല്ല. മേ ബി കുറച്ച് കാലം മുന്നേ വരെ, കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നേ വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. ഇപ്പം കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. സോ പഠിച്ചിറങ്ങിയ പാടൊരു ജോലി അല്ലെങ്കിൽ കോളേജിൽ നിന്നൊരു പ്ലേസ്മെൻറ്റ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അതൊരു തെറ്റായ ധാരണയാണ്. അങ്ങനെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിൽ നിന്ന് ഒരു 20 or 30 പേരുള്ള ബാച്ചാണ് പാസ് ഔട്ട് ആവുന്നത്. അപ്പം അത്രയും പേരിൽ നിന്നേ നമുക്ക് കോമ്പറ്റീഷൻസും കാര്യങ്ങളും വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. ഇപ്പം ഞങ്ങളുടെ തന്നെ പടനക്കാട് കാർഷിക കോളേജിൽ 106 പേര് പാസ് ഔട്ടായി. അതുപോലെ അതേ ടൈമിൽ തന്നെ പാസ് ഔട്ട് ആവുന്നുണ്ട് വെള്ളാനിക്കരയിൽ നിന്ന് ഒരു 100 പേര്, വെള്ളയാനിയിൽ നിന്ന് ഒരു 100-150 പേര്, അമ്പലവേൽ കോളേജിൽ നിന്ന് ഒരു 60ഓളം പേര്. അപ്പം ഇത്രയും പേര് പാസ് ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ നിന്നാണ് നമ്മുടെ കോമ്പറ്റീഷൻസ് വരുന്നത്. എക്സാമിന് ക്ലിയർ ചെയ്ത് നമുക്ക് അത്രയല്ലേ പോസ്റ്റും കാര്യങ്ങളും വരുന്നുള്ളൂ. സോ പഠിച്ചിറങ്ങിയ പാടൊന്നും നമുക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. എല്ലാ ജോലിയും പോലെ തന്നെ അത്യാവശ്യം സ്ട്രഗിളും കാര്യങ്ങളുണ്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നമുക്ക് ടെമ്പററി ആയിട്ട് എവിടെയെങ്കിലും കിട്ടും കേട്ടോ. ടെമ്പററി ആയിട്ട് നമുക്ക് തൽക്കാലം ജീവിച്ച് പോകാനുള്ള വകുപ്പിന് സാലറി ഒക്കെ കിട്ടിക്കൊണ്ട് അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും കയറി പറ്റാൻ പറ്റും. ടെമ്പററി ജോലി നമുക്ക് കിട്ടും. പക്ഷെ പെർമനൻ്റ് ആയിട്ടൊരു ജോലി കിട്ടണമെങ്കിൽ എനിക്ക് അഗ്രികൾച്ചറിന് അങ്ങനെ ഉറപ്പ് എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല. അത് നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് നമ്മൾ കുത്തിയിരുന്ന് വീണ്ടും പഠിച്ച് എക്സാം ക്ലിയർ ചെയ്താൽ തന്നെ കിട്ടത്തുള്ളൂ പെർമനൻ്റ് ആയിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ. അതൊരു തെറ്റായ ധാരണയാണ്. ബട്ട് ടെമ്പററി കിട്ടും. ഇപ്പം ഞാൻ ടെമ്പററി ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ടെമ്പററി ജോലി കിട്ടാൻ വലിയ പാടൊന്നുമില്ല. അതിന് കുറച്ച് നാളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അയച്ച് മാക്സിമം നമ്മളിങ്ങനെ പോയി പരതണം. ഇങ്ങനെ വീട്ടിലേക്ക് വരുമൊന്നുമില്ല. നമ്മളിങ്ങനെ അന്വേഷിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി ആയിട്ട് എവിടെയെങ്കിലും കയറി പറ്റാൻ പറ്റും. അത്ര മോശമില്ലാതെ നമുക്ക് ജീവിച്ച് പോകാനുള്ള സാലറിയും കിട്ടും. അങ്ങനെ ഭയങ്കര മോശം സാലറി ഒന്നും ആയിരിക്കും. അത്യാവശ്യം സാലറിയോട് കൂടെ തന്നെ നമുക്ക് ടെമ്പററി ജോലി കിട്ടും. പക്ഷെ പെർമനൻ്റ് ആയിട്ടൊരു ജോലി കിട്ടുകയാണെങ്കിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. എനിക്കിപ്പോൾ ആ ഒരു സങ്കടം ഉണ്ട്. എല്ലാവരും പറയും, അഗ്രികൾച്ചർ അല്ലേ പഠിച്ചത്, അപ്പം ജോലി ഉറപ്പ് എന്ത് സൂപ്പർ അല്ലേ. അങ്ങനെ പറയുമ്പോൾ ഞാൻ കേൾക്കേഷൻ അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ഒരു ചിന്ത എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടെമ്പററി ജോലി കിട്ടും. പെർമനൻ്റ് ആവണമെങ്കിൽ എല്ലാ ജോലിയും പോലെ തന്നെ ഇതിന് കഷ്ടപ്പാടാണ്. അഗ്രികൾച്ചർ എടുത്തതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ ഒരു ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. അതിനതിൻ്റെതായ സ്ട്രഗിളും അതിൻ്റെതായ കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. ആർക്കെങ്കിലും അഗ്രികൾച്ചർ ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഗൈസ്, ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സിലബസിന് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ കാര്യങ്ങളൊക്കെ അതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉൾട്ടടിച്ചിട്ടുണ്ട്. തേർഡ് ഇയറിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങൾ തേർഡ് ഇയർ, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സിലബസ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു. 2024 ബാച്ച് മുതൽ 2024 ബാച്ച് മുതൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൂറ് ഞാൻ പഠിച്ച സമയത്ത് 40 ദിവസത്തെ ടൂറാണെങ്കിൽ ഇപ്പം അത് എത്രയോ 12-15 ദിവസമോ അങ്ങനെ എത്രയും 10 to 15 അങ്ങനെ എത്ര ദിവസം ടൂറിൻ്റെ എണ്ണമുള്ളൂ. എനിക്ക് തോന്നുന്നു 12 തോന്നുന്നു ദിവസം, അത്രയേ ഉള്ളൂ. ടൂറൊക്കെ വെട്ടി കുറച്ചിട്ടുണ്ട്. സിലബസിൽ എനിക്ക് ആ സിലബസ് വായിച്ചപ്പോൾ ഏറ്റവും സങ്കടം തോന്നിയത് ടൂറ് കുറച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു ടൂറ്. പക്ഷെ ടൂറ് നല്ല രീതിയിൽ വെട്ടി കുറച്ചിട്ടുണ്ട്. എന്താണോ എന്തോ അത് ഭയങ്കരമായിട്ടൊരു ട്വിസ്റ്റ് ആയിപ്പോയി അത്. അപ്പോൾ ഗൈസ്, ഞാൻ ഏകദേശം പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും അഗ്രികൾച്ചർ എടുത്ത് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. സിലബസ് മാറിയിട്ടുണ്ട്, അത് വല്ലാത്തൊരു ട്വിസ്റ്റാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ടെമ്പററിയും പെർമനൻ്റ് ആയിട്ടുള്ള ജോലി കിട്ടാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ ഏകദേശം
പറയാൻ ആഗ്രഹിച്ചതൊക്കെ പറഞ്ഞു എന്ന വിശ്വാസത്തോടു കൂടെ തന്നെ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പറയാൻ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാം. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ തെറ്റുകൾ, ചെറിയതും വലുതുമായ തെറ്റുകളൊക്കെ ഉണ്ടാവാം. ഒന്ന് ക്ഷമിക്കുക, ഞാൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിൽക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ബിലോ. ബൈ.